ഹായ് ഫ്രണ്ട്സ്, ഒരുപാട് കാലമായി നമ്മൾ വീഡിയോ ചെയ്തിട്ട് 4th വീഡിയോ ആണ്. ആദ്യം 3 വീഡിയോയിൽ നമ്മൾ മാർക്കറ്റിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് മാത്രമാണ് പറഞ്ഞതെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ശരിയായി മാർക്കറ്റ് എന്താണ് എന്ന് പഠിക്കുകയാണ്. ആദ്യം 3 വീഡിയോ വാച്ച് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ അത് വാച്ച് ചെയ്യുക. ആക്ച്വലി അത് വാച്ച് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് പെട്ടെന്ന് അതിലെ കാര്യങ്ങളൊന്നും കത്താൻ സാധ്യതയില്ല. എന്തിനാണ് ഇതൊക്കെ അറിയേണ്ടതുണ്ടോ, ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതുണ്ടോ എന്ന് വിചാരിക്കും. പക്ഷെ നമ്മൾ ഒരുപാട് കാലം ട്രേഡ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് ആദ്യം ആ പറഞ്ഞ വീഡിയോസിൻ്റെ സീരിയസ്നെസ് എന്താണെന്ന് മനസ്സിലാവുക. സൈക്കോളജിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് പിന്നീട് കുറച്ച് ലോസൊക്കെ വരുത്തിയതിന് ശേഷം നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോഴാണത് ശരിയായ രൂപത്തിൽ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. പിന്നെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചാണ്. അതാണല്ലോ നമ്മുടെ പഠനനിലം. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങാം. ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ വീഡിയോ 2 പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്യുക. ഒന്ന് ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ചും പിന്നെ ഫോറക്സ് മാർക്കറ്റിനെ കുറിച്ചും, ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ഫോറക്സ് മാർക്കറ്റ് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ടോപ്പിക്ക്. 2 പാർട്സ് ആയിരിക്കും ഈ വീഡിയോ. കാരണം വീഡിയോൻ്റെ ലെങ്ത്ത് ഒരു പക്ഷേ കൂടി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് നോക്കൂ. ഇതിൻ്റെ ഡെഫിനിഷൻ: ഇറ്റ് ഈസ് എ പ്ലേസ് വെയർ ഷെയർസ് ഓഫ് പബ്ലിക് ലിസ്റ്റഡ് കമ്പനീസ് ആർ ട്രേഡഡ്. ദ പ്രൈമറി മാർക്കറ്റ് ഈസ് വെയർ കമ്പനീസ് ഫ്ലോട്ട് ഷെയർസ് ടു ദി ജനറൽ പബ്ലിക് ഇൻ ആൻ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്, അതായത് IPO, ടു റൈസ് ക്യാപിറ്റൽ. അതിൻ്റെ മലയാളം: പബ്ലിക്കായി ലിസ്റ്റ് ചെയ്ത കമ്പനികളുടെ ഓഹരികൾ ട്രേഡ് ചെയ്യുന്ന സ്ഥലം. സിമ്പിളായിട്ട് അങ്ങനെ മനസ്സിലാക്കുക. പബ്ലിക് ലിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രോസസ്സാണ്. ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്നാണ് അതിന് പറയുക. നമ്മൾ സാധാ പറയൂലേ, രജിസ്റ്റർ ചെയ്യുക എന്ന് പറയില്ലേ. അപ്പോൾ അങ്ങനെ പബ്ലിക് ലിസ്റ്റ് ചെയ്ത് രജിസ്റ്റർ ചെയ്ത കമ്പനികളുടെ ഓഹരികൾ നമുക്ക് വാങ്ങാനും വിൽക്കാനും പറ്റുന്നത് എവിടുന്നാണ്? സ്റ്റോക്ക് മാർക്കറ്റ് വഴിയാണ്. എന്തിനാണ് ഇവർ IPO ചെയ്യുന്നത്? ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് നടത്തുന്നത് എന്തിനാണ്? അതായത് അവർക്ക് ക്യാപിറ്റൽ റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവർക്ക് കുറച്ചുകൂടി ഇപ്പോൾ ഞാനൊരു 100 കോടിയുടെ ബിസിനസ് കുഴപ്പമില്ലാത്ത രൂപത്തിൽ റൺ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ എനിക്കതൊരു 200 കോടിയായിട്ട് ഒരു 100 കോടിയും കൂടി ഇട്ടിട്ട് അതിനൊരു 200 കോടിയായിട്ട് ക്യാപിറ്റൽ ഉയർത്തിയിട്ട് ബിസിനസ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം തോന്നുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഇതേപോലെ IPO ചെയ്യും. അപ്പോൾ IPO ചെയ്യുമ്പോൾ അതിൻ്റേതായ നിബന്ധനകളും നിയമങ്ങളൊക്കെ ഉണ്ടാവും. അത് നമുക്ക് വഴിയെ പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സ്ട്രാ എനിക്ക് ആവശ്യമുള്ള 100 കോടി ഞാൻ കളക്ട് ചെയ്യുന്നത് പൊതുജനങ്ങളെ അടുത്തു നിന്നാണ്. എൻ്റെ കമ്പനിയുടെ ഷെയറുകൾ വിറ്റുകൊണ്ട് അല്ലെങ്കിൽ ഷെയർ ഉണ്ടാക്കി പൊതുജനങ്ങൾക്ക് വേണ്ടി ഞാൻ കൊടുക്കുകയാണ്. അങ്ങനെ 100 കോടി രൂപയാണ് ആവശ്യമെങ്കിൽ ഒരു ഷെയറിന് ഇത്ര രൂപ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചിലപ്പോൾ 1000 ഷെയറോ 10000 ഷെയറോ ഞാൻ വിപണിയിൽ പൊതുജനങ്ങൾക്ക് വേണ്ടി കൊടുക്കും. പൊതുജനങ്ങളത് വാങ്ങും. അങ്ങനെ എൻ്റെ ഫണ്ട് എനിക്ക് ഉയർത്താൻ വേണ്ടി പറ്റും, ക്യാപിറ്റൽ ഉയർത്താൻ വേണ്ടി പറ്റും. അപ്പോൾ അതാണ് കാര്യമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലൂടെ നടക്കുന്നത്. പിന്നെ നമുക്ക് അറിയുന്നതും അറിയാത്തതുമായ പലതരത്തിലുള്ള കച്ചവടങ്ങൾ നടക്കുന്ന ഒരു ഏരിയയാണ് സ്റ്റോക്ക് മാർക്കറ്റ്. അത്രയും ഡീപ്പായിട്ട് നമ്മൾ ഇറങ്ങിപ്പോയി നമ്മളെ സമയം കളയേണ്ടതില്ല. നമ്മൾ എന്താണോ ഇതിൽ ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ട അടിസ്ഥാന വിവരങ്ങൾ മാത്രം നമ്മൾ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകലായിരിക്കും നല്ലത്. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ വഴിയേ ഓട്ടോമാറ്റിക്കായിട്ട് അവിടുന്നും ഇവിടുന്നും കണ്ടും കേട്ടും മനസ്സിലാക്കി വെക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി ഈ സ്റ്റോക്ക് മാർക്കറ്റിനകത്തുള്ള ഒരു 5 പോയിൻറ്റ്സ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു 5 പോയിൻറ്റ്സ്. എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ. ഇതിനകത്തൊരു 5 കാര്യങ്ങളാണ് ആക്ച്വലി ഉള്ളത്. എന്താണ്? ഒന്നാമത്തെ കാര്യം ഗവൺമെൻറ് ഏജൻസി, രണ്ടാമത്തെ കാര്യം സ്റ്റോക്ക് എക്സ്ചേഞ്ച്, മൂന്നാമത്തത് സ്റ്റോക്ക് ബ്രോക്കർ, നാലാമത്തത് ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ഓർ ഡിമാറ്റ് അക്കൗണ്ട്, അഞ്ചാമത്തത് മാർക്കറ്റ് പാർട്ടിസിപ്പൻസ്. ഇങ്ങനെ ഒരു 5 പോയിൻ്റാണ് ഞാനിതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് 1 by 1 ആയിട്ട് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഗവൺമെൻറ് ഏജൻസി എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഒരു രാജ്യത്തിലെ ഗവൺമെൻറ് അവരുടെ മേൽനോട്ടം ഇല്ലാത്ത ഒരു മേഖലയും ഉണ്ടാവില്ല അല്ലേ. സാമ്പത്തിക കാര്യങ്ങൾ, വാണിജ്യ കാര്യങ്ങൾ, ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ, വാഹന ഗതാഗതപരമായിട്ടുള്ള കാര്യങ്ങൾ, വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ, എല്ലാത്തിനും ഓരോ വകുപ്പുകളുണ്ടാവും. അതുപോലെ തന്നെ ഇവിടെയും ഈ സ്റ്റോക്ക് മാർക്കറ്റ് ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ് ഒരു വകുപ്പുണ്ട്. വകുപ്പ് മീൻസ് ഒരു ഏജൻസി ആണ് ഇതിൻ്റെ മേൽനോട്ടം നയിക്കുന്നത്. ഈ അതോറിറ്റിയുടെ പേരാണ് സെബി.
സെബി എന്ന് പറഞ്ഞത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നുള്ളതിൻ്റെ ചുരുക്കപ്പേരാണ് സെബി. ഈ റീസെൻ്റായിട്ട് വാർത്തകളിലൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടാവും സെബി എന്നുള്ളത്. അപ്പോൾ ഇനി സെബി എന്ന് കേട്ടാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളാം എന്താണ് ഇത്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന, നിയമനിർമ്മാണങ്ങൾ നടത്തുന്ന അല്ലെങ്കിൽ മേൽനോട്ടം വഹിക്കുന്ന ഒരു ഗവൺമെൻറ് ഏജൻസിയാണ്. എന്തിനാണ് ഈ ഗവൺമെൻറ് ഏജൻസി? ഇത് ഈ മാർക്കറ്റിൻ്റെ സെക്യൂരിറ്റി, സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ സെക്യൂരിറ്റി, അതേപോലെ തന്നെ പൊതുജനങ്ങളെ എന്താ പറയുക, പൊതുജനങ്ങളെ കാശാണല്ലോ എല്ലായിടത്തും ട്രാപ്പ് ആവുക അല്ലേ. അപ്പോൾ പൊതുജനങ്ങൾക്ക് കൂടുതൽ സുരക്ഷിതത്വം നൽകുന്നതിന് വേണ്ടി ഒക്കെ ഇതിൽ എന്തെങ്കിലും കള്ളത്തരങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ് ഈ സെബി ഓരോ നിയമനിർമ്മാണങ്ങൾ നടത്തുന്നതിലൂടെ ലക്ഷ്യമിടുന്നത്. ഓക്കെ. പിന്നെ മാർക്കറ്റിൻ്റെ സുഗമമായ നടത്തിപ്പും വളരെ സുതാര്യമായ നടത്തിപ്പൊക്കെയാണ് ഇവർ ലക്ഷ്യമിടുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ അടിയിലേക്ക് നോക്കൂ, റെഡ് കളർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ദ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ, SEC. ഈ SEC എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സെബി എന്നത് ഇന്ത്യയിലെ ഗവൺമെൻറ് ഏജൻസിയുടെ പേരാണെങ്കിൽ, സ്റ്റോക്ക് മാർക്കറ്റിനെ നിയന്ത്രിക്കുന്ന ഗവൺമെൻറ് ഏജൻസിയുടെ പേരാണ് സെബി എങ്കിൽ, US സെക്, അതായത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ എന്നുള്ളതിൻ്റെ ചുരുക്കം, അതാണ് US. ഞാൻ എന്തിനാ US കാര്യം ഇവിടെ പറയുന്നതെങ്കിൽ, US പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തിയാണ് സ്റ്റോക്ക് മാർക്കറ്റിനകത്ത് പ്രത്യേകിച്ചും. അപ്പോൾ ആ ഒരു കാര്യം കൂടി നമ്മൾ വെറുതെ ഒന്ന് തലയിട്ട് നോക്കുന്നത് നല്ലതാണ്. ഓക്കെ. അപ്പോൾ ഗവൺമെൻറ് ഏജൻസി സെബി ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾ പഠിച്ചു. ഇനി നെക്സ്റ്റ് വരുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് അല്ലേ. നമ്മൾ രണ്ടാമത്തെ പോയിൻ്റായിട്ട് എന്താ പറഞ്ഞിരുന്നത്? സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഗവൺമെൻറ്റിൻ്റെ കീഴിൽ സെബി ഉണ്ട്. സെബിയുടെ അണ്ടറിൽ വരുന്നതാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇന്ത്യയിൽ പ്രധാനപ്പെട്ട 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണുള്ളത്. ഏതൊക്കെയാണെന്നറിയോ? ഒന്ന് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും 2 ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും. ഇന്ത്യയിൽ ഏതാണ്ട് 23ഓളം സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ നിലവിലുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ നമ്മളെ കൊച്ചിയിലൊക്കെ ഉണ്ടായിരുന്നു, കൊച്ചി സ്റ്റോക്ക് എക്സ്ചേഞ്ച് 2014 ക്ലോസ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് കൂടുതൽ എക്സ്പാൻഡ് ചെയ്ത് മനസ്സിലാക്കണമെങ്കിൽ ഗൂഗിൾ നോക്കിയാൽ മതി. സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്താണ്? ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് നോക്കൂ, പൊതുവിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന കമ്പനികളുടെ ഓഹരികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു കേന്ദ്രീകൃത സ്ഥലമാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ മറ്റ് എക്സ്ചേഞ്ചുകളിൽ നിന്ന് വ്യത്യസ്തമാണ്. കാരണം ട്രേഡബിൾ അസറ്റുകൾ, സ്റ്റോക്കുകൾ, ബോണ്ടുകൾ, എക്സ്ചേഞ്ച് ട്രേഡഡ് ഉൽപ്പന്നങ്ങൾ, അതായത് ETP എന്നിവയിൽ പരിമിതപ്പെടുത്തിയിരിക്കുന്നു അല്ലേ. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഈസ് എൻ സെൻട്രലൈസ്ഡ് ലൊക്കേഷൻ വേർ ദ ഷെയർസ് ഓഫ് പബ്ലിക്കലി ട്രേഡഡ് കമ്പനീസ് ആർ ബോട്ട് ആൻഡ് സോൾഡ്. അതായത് പബ്ലിക്കലി, നേരത്തെ നമ്മൾ പറഞ്ഞു IPO അല്ലേ, ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്, അങ്ങനെ ചെയ്ത IPO കഴിഞ്ഞ കമ്പനികളുടെ ഈ ഷെയറുകൾ നമുക്ക് വാങ്ങണ്ടേ? എവിടുന്ന് വാങ്ങാൻ പറ്റും? കമ്പനിയിൽ പോയി വാങ്ങാൻ പറ്റില്ല. അത് ത്രൂ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ഏത് കമ്പനിയാണെങ്കിലും, ഷെയർ മാർക്കറ്റിലുള്ള ഏത് കമ്പനീൻ്റെ ഷെയർ നമുക്ക് വാങ്ങണമെങ്കിലും നമുക്കത് കമ്പനിയിൽ നിന്ന് നേരിട്ടല്ല വാങ്ങാൻ പറ്റുക, മറിച്ച് ഗവൺമെൻറ്റിൻ്റെ അതോറിറ്റി മേൽനോട്ടം വഹിക്കുന്ന ഏതെങ്കിലും സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ വഴി മാത്രമേ നമുക്ക് അത് വാങ്ങാൻ പറ്റുള്ളൂ. അതാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഓക്കെ. ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള പല ഇടപാടുകൾ, അറിയാത്തത് മീൻസ് നമ്മൾ പഠിക്കാത്തത് എന്നർത്ഥം കേട്ടോ, അല്ലാതെ പൊതുജനങ്ങൾക്ക് അറിയാത്തത് എന്നല്ല അതിൻ്റെ അർത്ഥം. പൊതുജനങ്ങൾക്ക് അറിയാം, അത് പഠിച്ച് ആ രൂപത്തിലൊക്കെ പലതരത്തിലുള്ള ട്രേഡിങ്സ്, വിനിമയങ്ങൾ ഒക്കെ നടക്കുന്ന ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒരു സ്ഥലമാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് മനസ്സിലാക്കുക. ഇന്ത്യയിൽ പ്രധാനപ്പെട്ടത് 2 നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും. ഇനി നമുക്ക് ലോകത്തിലെ പ്രധാനപ്പെട്ട മേജർ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ഏതൊക്കെ നോക്കാം. ഇത് 2024 ലിസ്റ്റാണ്. ഈ ഒരു ലിസ്റ്റിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 5ാമത്തതായിട്ട് നിങ്ങൾക്ക് കാണാം കേട്ടോ. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് NSE ഓഫ് ഇന്ത്യ. ഓക്കെ. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ ഇത് 5ാമതായിട്ട് കാണുന്നുണ്ട്. ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ക്രോഡീകരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2024 കണക്കാണ്. അതായത് ഈ വർഷത്തെ കണക്ക് പ്രകാരം ഇതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിനെ ക്രോഡീകരിച്ചിട്ടുള്ളത്. ഇത് കഴിഞ്ഞ വർഷം ഏതാണ്ട് 8ാം സ്ഥാനത്തായിരുന്നു ഇന്ത്യ. $3.5 ട്രില്യൺ ആയിരുന്നു ഇന്ത്യയുടെ മാർക്കറ്റ്, ഈ NSEയുടെ മാർക്കറ്റ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ അത് ഒരുപാട് കൂടിയിട്ടുണ്ട്. $5.05 ട്രില്യൺ മുകളിലേക്ക് പോയിട്ടുണ്ട് കണ്ടോ.
നേരെ മറിച്ച് നിങ്ങൾ നോക്കൂ, ഒന്നാമതായി നിൽക്കുന്ന ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് NYSE, അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ഒന്ന് നോക്കി നോക്കൂ. $27 ട്രില്യൺ മുകളിലാണ് അവരുടെ മാർക്കറ്റ് ക്യാപ്പ്. രണ്ടാമതായിട്ട് USA തന്നെ പ്രധാനപ്പെട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ച് നാസ്ഡാക്ക് എന്ന് പറയും. അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ഒന്ന് നോക്കൂ, 25-26 ട്രില്യൺ വന്നു. എൻ്റെ അമ്മോ, കേട്ടിട്ട് തന്നെ കണ്ണ് തള്ളുന്നുണ്ടല്ലേ. നിങ്ങളിതൊന്ന് വെറുതെ ഗൂഗിൾ ചെയ്തൊന്ന് നമുക്ക് നോക്കാം എത്ര വരുന്നുണ്ട്. ഏതാണ്ട് 14-15 പൂജ്യങ്ങൾ വരും. അത് കഴിഞ്ഞിട്ടേ ഒരു പോയിൻ്റ് വരുള്ളൂ. അത്രയും 0.8 പോയാൽ ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഏതാണ്ട് 27 ലക്ഷം കോടി. USA ഈ 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ മാർക്കറ്റ് ക്യാപ്പും കൂടി കൂട്ടി നോക്കി നിങ്ങൾ എത്രയായി? 50ഉം 52ഉം ഏതാണ്ട് 53 ഒക്കെ പുറം പോയി തോന്നുന്നു അല്ലേ. 53 ലക്ഷം കോടി രൂപേൻ്റെ ഒക്കെ പുറത്താണ് ഈ 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മാത്രം നടക്കുന്ന, അല്ലെങ്കിൽ അവരുടെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത്, മാർക്കറ്റ് ക്യാപിറ്റൽ. ഇന്ത്യയിൽ അത് വെറും 5 ട്രില്യനാണ്. പക്ഷെ അതൊരു മോശം സംഖ്യയല്ല. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ NSEയുടെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞത് കേട്ടോ. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക. നാസ്ഡാക്ക് ഉണ്ട്, ജപ്പാൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട്, ഷാങ്ഹായ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട്, പിന്നെ യൂറോപ്പിൻ്റെ ഇതാണ് യൂറോ നെക്സ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഹോങ്കോങ്, ഷെൻസൺ, അങ്ങനെ കുറേ ഉണ്ട്. വേണമെങ്കിൽ നോക്കുക, വേണമെങ്കിൽ ഇതെടുത്ത് നോക്കുകയൊക്കെ ചെയ്യാം. ഇത്രയും വല്ല പണമൊഴുക്ക് നടക്കുന്ന ഒരു മേഖലയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ കേട്ടോ. നമുക്ക് ജസ്റ്റ് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളൊക്കെ ഒന്ന് കണ്ടാലോ. ഏതെങ്കിലും സമയത്ത് അതുവഴിയൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഈ ബിൽഡിങ്ങൊക്കെ കണ്ടാലേ നിങ്ങൾക്ക് ഇതാണ് ആ പറഞ്ഞ സാധനം എന്ന് മനസ്സിലാക്കാമല്ലോ. അപ്പോൾ നമ്മൾ US ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഫസ്റ്റ് ഇത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ്. ഇത് ന്യൂസിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും ഈ ഒരു ബിൽഡിങ്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതുപോലെ ഇത് രണ്ടാമത്തത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് NSE, അതിൻ്റെ ബിൽഡിങ്. ഇത് NYSE ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇത് നാസ്ഡാക്ക്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഈ 2 എണ്ണമാണ്. ആലോചിക്കുമ്പോഴേ തല കറങ്ങണം അല്ലേ. എത്ര പണമൊഴുക്ക് നടത്തുന്ന സംഗതികളാണ് ഈ 2 ബിൽഡിങ്ങുകൾ. ഇത് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ്. ഇനി ബാക്കിയുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളൊക്കെ നേരത്തെ നമ്മൾ ലിസ്റ്റിൽ കാണിച്ചല്ലോ. ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ ബിൽഡിങ്ങുകളൊക്കെ കണ്ടിങ്ങനെ വണ്ടറടിച്ച് നിൽക്കാൻ കുറച്ച് നേരം കേട്ടോ. ഇന്ത്യയിൽ വേറെയുണ്ട്, സെൻസെക്സ് എന്നൊക്കെ പറഞ്ഞ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളൊക്കെ ഉണ്ട്. സെൻസെക്സ് നിങ്ങൾ ന്യൂസിൽ കണ്ടിട്ടുണ്ടാവും, 200 പോയിൻ്റ് കൂടി 200 പോയിൻ്റ് കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ. ജസ്റ്റ് നമ്മൾ അതൊന്ന് കണ്ടു എന്ന് മാത്രം കേട്ടോ. നമ്മൾ മൂന്നാമത്തെ പോയിൻ്റായിട്ട് എന്താ പറഞ്ഞിരുന്നത്? സ്റ്റോക്ക് ബ്രോക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ആർ ഇൻഡിവിജ്വൽസ് ഹൂ ബൈ ആൻഡ് സെൽ സ്റ്റോക്സ് ആൻഡ് അതർ സെക്യൂരിറ്റീസ് ഫോർ റീറ്റെയിൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്ലയൻസ് ത്രൂ എ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓർ അതായത് ഒരു കമ്മീഷനോ ഫീയോ വാങ്ങിക്കൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, അതേപോലെ തന്നെ ഇതിൽ ചെയ്യുന്ന മറ്റ് വലിയ ആളുകൾ, വലിയ ആളുകളാണെങ്കിലും ചെറിയ ആളുകളാണെങ്കിലും അവർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനകത്ത് ട്രേഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒരു സ്റ്റോക്ക് ബ്രോക്കർ വേണം. നമ്മളിപ്പോൾ പറഞ്ഞു, ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് വേണം. ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി നമുക്ക് ആ ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങണമെങ്കിൽ അതിൻ്റെ താഴെ ഒരാളുണ്ട്. ആരാണ്? അതാണ് ഈ സ്റ്റോക്ക് ബ്രോക്കർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ഷെയർ വാങ്ങുകയോ വിൽക്കുകയോ, അതായത് ട്രേഡ് ചെയ്യണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു സ്റ്റോക്ക് ബ്രോക്കർ വഴി മാത്രമേ അത് പറ്റുള്ളൂ. ഈ സ്റ്റോക്ക് ബ്രോക്കർ എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു ബ്രോക്കറല്ല, അത് നേരത്തെ നമ്മൾ പറഞ്ഞ ഗവൺമെൻറ് അതോറിറ്റിയായ സെബിയിൽ രജിസ്റ്റർ ചെയ്ത സ്റ്റോക്ക് ബ്രോക്കർ, അല്ലാതെ ഏതെങ്കിലും സ്കാം ബ്രോക്കേഴ്സിൻ്റെ കാര്യമല്ല നമ്മൾ പറയുന്നത്. ഇന്ത്യൻ്റെ കേസിലാണെങ്കിൽ അത് സെബിയാണ്, US കേസിലാണെങ്കിൽ അതാണ്ട് സെക്കാണ്. അതേപോലെ ഓരോ രാജ്യത്തും അതാത് ഗവൺമെൻറ് അതോറിറ്റി നിഷ്കർഷിച്ചിട്ടുള്ള നിയമനിർമ്മാണം നടത്തിയിട്ടുള്ള ആ ഒരു വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് ഗവൺമെൻറ്റിൽ ബ്രോക്കറായിട്ട് രജിസ്റ്റർ ചെയ്ത ആളുകളായിരിക്കും ഇവർ കേട്ടോ. അപ്പോൾ ഇവരുടെ വിശ്വാസ്യത എന്താണെന്നൊക്കെ ഗവൺമെൻറ് ആയിരിക്കും ആദ്യം നോക്കിയിട്ടുണ്ടാവുക. പിന്നെ നമ്മളും നോക്കണം. ഒരു സ്റ്റോക്ക് ബ്രോക്കർ വെറുതെ രജിസ്റ്റർ ചെയ്ത സ്റ്റോക്ക് ബ്രോക്കർ ആണോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ പോരാ. മറിച്ച് ഈ ഒരു സ്റ്റോക്ക് ബ്രോക്കർക്ക് ഉണ്ടായിരിക്കേണ്ട ചില ക്വാളിറ്റീസ് ഉണ്ട്. അത് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇത് സംബന്ധിച്ച് റിസർച്ച് നടത്തുകയാണെങ്കിൽ നമുക്കൊരു വീഡിയോ തന്നെ ചെയ്യാനുള്ള കണ്ടൻറ്റ് ഈ ഒരു സ്റ്റോക്ക് ബ്രോക്കറെ കുറിച്ചുണ്ട്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാനിവിടെ നോട്ട് ചെയ്യുകയാണ്.
ഒന്നാമതായിട്ട് ഈ ഒരു ബ്രോക്കറുടെ എക്സ്പീരിയൻസ്, അതായത് എത്ര കാലമായിട്ട് ഇയാൾ ഉണ്ട് ഈ ഇയാളല്ല, ഇതൊരു ബ്രോക്കർ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ സ്ഥലക്കച്ചവടക്കാരെ ആ ഒരു കൺസെപ്റ്റ് അതിലേക്ക് പോയിക്കോളൂ. കാരണം അവർ ഫീസ് വാങ്ങിയിട്ടാണ് നമ്മൾ എടുക്കുന്ന ഷെയറുകൾ, ഒരു കമ്പനിയുടെ ഷെയർ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ സ്റ്റോക്ക് ബ്രോക്കർക്ക് എന്താണ്, അവർക്ക് മെച്ചാണ്. എന്താ കാരണം, ആ ബ്രോക്കറുടെ വരുമാനം നമ്മളിപ്പോൾ ഒരു യൂണിറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഷെയർ വാങ്ങിക്കഴിഞ്ഞാൽ 10 രൂപ എനിക്ക് എന്നൊക്കെ രൂപത്തിലുള്ള ഒരു ഇത്. ഇപ്പോൾ സാധാ ബ്രോക്കർമാരെന്താ ചെയ്യുക, 1,00,000 രൂപൻ്റെ കച്ചവടം നടന്നാൽ അതിൽ 10% എനിക്ക് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇവിടെയും. നിങ്ങൾ ഒരു ഷെയർ വാങ്ങിക്കഴിഞ്ഞാൽ അതിലൊരു 10 രൂപ എനിക്ക് അല്ലെങ്കിൽ 5 രൂപ എനിക്ക് എന്ന് പറയുന്നത് പോലെ ഇവർക്കൊരു ഫീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എത്രത്തോളം ക്വാണ്ടിറ്റി ഷെയർ വാങ്ങുന്നുവോ അത്രത്തോളം സ്റ്റോക്ക് ബ്രോക്കർക്ക് എന്താണ്, നേട്ടമാണ്. അത് നമുക്ക് ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും ബ്രോക്കർ കമ്മീഷൻ അവർക്ക് പോകും. അപ്പോൾ നമ്മുടെ ഇതിലേക്ക് വരാം. ക്വാളിറ്റി, ഒന്ന് എക്സ്പീരിയൻസ്, എത്ര കാലമായി ഇവർ ഈ ബ്രോക്കിംഗ് ഫേമിലുണ്ട്, എന്താണ് ഇവർ വിശ്വാസ്യത. 1 കൊല്ലം നിന്ന് 2 കൊല്ലം നിന്ന് പൂട്ടിപ്പോയ ടീംസിനൊന്നും പറ്റില്ല എന്നർത്ഥം. രണ്ടാമതായിട്ട് ട്രാൻസ്പാരൻറ്റ് പ്രൈസിങ്. ഈ സ്റ്റോക്ക് ബ്രോക്കറെ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ സ്റ്റോക്ക് ബ്രോക്കറുടെ ഫീസ് എന്ന് പറഞ്ഞാൽ സാധാ ഒരു ഓഹരി വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിൽ മാത്രം നിൽക്കുന്നതല്ല. മറിച്ച് നമ്മളൊരു ഒരു സ്റ്റോക്ക് വാങ്ങി അത് ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യാമെന്ന് വിചാരിക്കുക. നമ്മൾ ഇന്ന് കച്ചവടം ചെയ്യാൻ വാങ്ങിയതാണ്, പക്ഷേ മാർക്കറ്റ് കണ്ടീഷൻ മോശമായതുകൊണ്ട് നമ്മൾ ചെറിയ നഷ്ടത്തിലാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് നാളെ എന്തായാലും മാർക്കറ്റ് കയറാൻ ചാൻസ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ, അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കിലൊക്കെ അത് മാർക്കറ്റ് കയറാൻ ചാൻസ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഒരു ഉറപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളതിനെ ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യല്ലാതെ നമുക്ക് വേറെ പാകല്ല, അല്ലെങ്കിൽ നമുക്ക് നഷ്ടം വരും അല്ലേ. അപ്പോൾ ഈ ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യുന്നതിന് ഓരോ ദിവസത്തിനും ചാർജ് ഈടാക്കുന്ന ബ്രോക്കേഴ്സ് ഉണ്ട്. ചില ബ്രോക്കേഴ്സ് ഒരു വീക്ക് ഹോൾഡ് ചെയ്തതിന് ശേഷം മാത്രമേ ചാർജ് ഈടാക്കുള്ളൂ. പക്ഷേ ഇതൊന്നും ബ്രോക്കേഴ്സ് സാധാരണ പറയൂല. ബ്രോക്കേഴ്സ് പറയുന്നത് വളരെ കുറഞ്ഞ കമ്മീഷനാണ് ഞങ്ങളുടെ അടുത്ത് നിന്ന് മാത്രമേ പറയുള്ളൂ, വേറെ ചാർജസ് ഒന്നും ഇല്ല എന്ന് പറയും. അപ്പോൾ അതിന് ഉള്ളിൽ കിടക്കുന്ന ഹിഡൻ ചാർജസ് കുറേ ഉണ്ട്. അതിൽപ്പെട്ടതാണ് ഞാൻ ഈ പറഞ്ഞ ഓവർനൈറ്റായിട്ട് ഹോൾഡ് ചെയ്യുമ്പോഴുള്ള ചാർജ്. അതിൻ്റെ പേരാണ് സ്വാപ്പ്. എന്താണ് സ്വാപ്പ്? SWAP. ഇനി അടുത്ത ഒരു ചാർജ് അവർ ഈടാക്കുന്നത് സ്പ്രെഡ് എന്ന് വിളിക്കുന്ന ഒരു സംഭവമാണ്. എന്താണ് ഈ സ്പ്രെഡ്? അതായത് നിങ്ങൾക്ക് 100 രൂപക്ക് ഒരു സാധനം നിങ്ങൾ വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങൾ ആക്ച്വലി അതിന് ഉദ്ദേശിക്കുന്ന മാർക്കറ്റ് പ്രൈസ് നോക്കിയപ്പോൾ 100 രൂപയിലാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നി ഇപ്പം എനിക്കത് വാങ്ങണം. അങ്ങനെ നിങ്ങൾ 100 രൂപക്ക് അത് വാങ്ങാൻ വേണ്ടി ഒരു ഓർഡർ ഇട്ടു. ഓക്കെ, ബൈ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഓർഡർ ഇടുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വലിയൊരു കൺസെപ്റ്റായിട്ടൊന്നും വിചാരിക്കേണ്ട, ജസ്റ്റ് ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യണതിനെ ഓർഡർ ഇടുക എന്ന് പറഞ്ഞത്. അപ്പോൾ ബൈ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമ്മളൊരു ഓർഡർ ഇടുമ്പോൾ നമുക്ക് ഒരു ഷെയറാണ് വേണ്ടതെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ബ്രോക്കർ എന്ത് ചെയ്യും, 10 രൂപക്ക് നമ്മൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ആ സാധനം, അല്ലെങ്കിൽ 100 രൂപക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ആ സാധനം ബ്രോക്കർ നമ്മുടെ കയ്യിൽ നിന്നും ആ ഓർഡർ എടുത്തുകൊണ്ട് ബ്രോക്കർ അതിനെ എക്സിക്യൂട്ട് ആക്കുന്നത് ഒരു പക്ഷേ 102 103 ഒക്കെ ആയിരിക്കും. അത് ഓരോ ബ്രോക്കറിനും വ്യത്യാസമുണ്ട്. ആ എക്സിക്യൂഷൻ പ്രൈസിങ് ഓരോ ബ്രോക്കറിനും വ്യത്യാസമുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, ബിഡ് ആൻഡ് ആസ്ക് എന്ന് പറയാം. ഈ ബിഡും ആസ്കും തമ്മിലുള്ള ഡിഫറൻസ് പ്രൈസ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ബിഡ് എന്ന് പറയുമ്പോൾ 100 രൂപ നമ്മൾ വാങ്ങാൻ വിചാരിച്ച ബയേഴ്സ് വില്ലിങ് ടു ബൈ അല്ലേ, നമ്മൾ വാങ്ങാൻ വിചാരിച്ച ആ സംഖ്യക്കാണ് ബിഡ് എന്ന് പറയുന്നത്. ആക്ച്വലി നമുക്ക് കിട്ടിയത് സെല്ലർ എത്രക്കാണ് നമുക്ക് തന്നത്, 102-നാണ്. ഈ സെല്ലർ മീൻസ് ബ്രോക്കർ അത് എക്സിക്യൂട്ട് ചെയ്തത് 102-നാണ്. അപ്പോൾ 100 രൂപ ടു 102 എന്നുള്ളത് എന്തായി, 2 രൂപേൻ്റെ ഡിഫറൻസ് വന്നു. അത് ചിലപ്പോൾ 105 ആയാൽ 5 രൂപേൻ്റെ ഡിഫറൻസ് വന്നു. 110 ആയാൽ 10 രൂപേൻ്റെ നഷ്ടം നമുക്കവിടെ വന്നു. അപ്പോൾ ഇതാണ് ബിഡും ആസ്കും തമ്മിലുള്ള ഈ വ്യത്യാസമാണ് സ്പ്രെഡ്. അപ്പോൾ നമ്മളൊരു ബ്രോക്കറെ ചൂസ് ചെയ്യുമ്പോൾ ഇതും നോക്കണം. എന്ത്, വളരെ നാരോ സ്പ്രെഡുള്ള ടൈറ്റ് സ്പ്രെഡുള്ള ബ്രോക്കറാണെങ്കിൽ വളരെ നന്നാവും. കാരണം 100-ന് ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ 101-ന് തന്നെ അത് എക്സിക്യൂട്ട് ആവുന്നുണ്ടെങ്കിൽ ആ ബ്രോക്കറിന് 1 രൂപയാണ് സ്പ്രെഡ് എടുക്കുന്നുള്ളൂ അല്ലേ, ബ്രോക്കർ 1 രൂപ സ്പ്രെഡ് എടുക്കുന്നുള്ളൂ എന്നർത്ഥം. അപ്പോൾ സ്പ്രെഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വളരെ കുറഞ്ഞ സ്പ്രെഡുള്ള ബ്രോക്കർ ആയിരിക്കണം. ഞാൻ പറഞ്ഞ ട്രാൻസ്പാരൻറ്റ് പ്രൈസിങ് എന്ന് പറഞ്ഞതാണ്. പിന്നെ സ്പ്രെഡിനെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം കൂടി ഇപ്പം തന്നെ പറഞ്ഞുതരാം. സ്പ്രെഡ് എല്ലായ്പ്പോഴും ഒരേപോലെ അല്ല കേട്ടോ. പിന്നെ എല്ലാ ബ്രോക്കേഴ്സിനും ഒരേപോലെ അല്ല സ്പ്രെഡ് ഉണ്ടാവുക.
ഒരു ബ്രോക്കർ അടുത്ത് സ്പ്രെഡ് ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1 രൂപയാണെങ്കിൽ ചില ബ്രോക്കേഴ്സിൻ്റെ അടുത്ത് 2 രൂപയായിരിക്കും, ചിലപ്പോൾ 5 രൂപയായിരിക്കും. ഇത് തന്നെ ഓരോ സമയങ്ങളിൽ വേരി ചെയ്യും. അതായത് വലിയ വലിയ ന്യൂസ് ഇമ്പാക്റ്റുകൾ, ഇവൻറ്റുകളൊക്കെ വരുന്ന സമയത്ത് ബ്രോക്കർ സ്പ്രെഡ് കൂട്ടിയിടും. എന്തിന്? കാരണം ആ ഒരു സമയത്ത് മാർക്കറ്റിൽ ഹൈ വൊളാറ്റിലിറ്റി ഉണ്ടാവും. ഹൈ വൊളാറ്റിലിറ്റി മീൻസ് ഹ്യൂജ് എമൗണ്ട് ഓഫ് ക്യാഷ് ഫ്ലോ മാർക്കറ്റിലേക്ക് നടക്കുന്ന സമയമായിരിക്കും അത്. ഒരുപാട് ആളുകൾ ഫണ്ടും കൊണ്ട്, ചെറുതും വലുതുമായിട്ടുള്ള ഫണ്ടും കൊണ്ട് ട്രേഡ് ചെയ്യാൻ വരുന്ന ഒരു സമയം കൂടിയാണ് ന്യൂസ് ഇവൻസിൻ്റെ സമയം. അപ്പോൾ ഈ ഒരു സമയത്ത് ട്രേഡ് എടുക്കുന്ന ആളുകൾക്ക് ഹ്യൂജ് എമൗണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അതിൻ്റെ മറുവശം ഹ്യൂജ് എമൗണ്ട് ലോസ് അടിപ്പിക്കാനും ഈ സമയം കൊണ്ട് പറ്റും. എന്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അപ്പോൾ ലാഭം മാത്രം വിചാരിക്കരുത്, അതിൻ്റെ ഓപ്പോസിറ്റ് സിനാരിയോ ഹ്യൂജ് ലോസും കൂടി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയത്ത് ബ്രോക്കർ എന്ത് ചെയ്യും? സ്പ്രെഡ് അങ്ങോട്ട് കൂട്ടിയിടും. അപ്പോൾ നമ്മൾ 100-ന് വാങ്ങാൻ 150ലേക്ക് മാർക്കറ്റ് ഇങ്ങനെ കുതിച്ച് പോകാൻ നിൽക്കുന്ന സമയത്ത് നമ്മൾ 100 എന്നുള്ള രൂപയിൽ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആ സാധനം ആ ഒരു സമയത്ത് ഒരു പ്രത്യേക സ്പ്രെഡായിരിക്കും ഉണ്ടാവുക. ഒരു പക്ഷേ 3 ഇരട്ടി ഒക്കെ സ്പ്രെഡ് ഇടും. മനസ്സിലായല്ലോ? ആ സമയത്ത് നമുക്കത് എക്സിക്യൂട്ട് ആവുമ്പോൾ 120-ലൊക്കെ വെച്ചിട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഈ 150-ലേക്ക് മാർക്കറ്റ് എത്തിയാൽ പോലും നമുക്ക് ആ ഒരു 30 രൂപ മാത്രമേ നമുക്ക് ലാഭം കിട്ടുള്ളൂ. ആക്ച്വലി നമുക്ക് 50 രൂപ കിട്ടണമായിരുന്നു, പക്ഷേ ആ ഒരു 30 രൂപ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ബാക്കി ബ്രോക്കർ കൊണ്ടുപോകും. അപ്പോൾ ബ്രോക്കേഴ്സ് ഇങ്ങനത്തെ ചില കളികളൊക്കെ കളിക്കും. അതെല്ലാ ബ്രോക്കേഴ്സും കളിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഈ സ്പ്രെഡ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അത് എഴുതി വെച്ചോളൂ കേട്ടോ. ഇനി ക്വിക്ക് ഓർഡർ എക്സിക്യൂഷൻ എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഇന്ന് എറിഞ്ഞു കഴിഞ്ഞാൽ നാളെ അവിടെ എത്തിയിട്ട് കാര്യമില്ല. ഇന്ന് എറിഞ്ഞാൽ ഇന്ന് തന്നെ എത്തണം. അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ വിത്തിൻ സെക്കൻഡ്സിൽ നമ്മൾ ഇട്ട ഓർഡർ എക്സിക്യൂട്ട് ആവണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാർക്കറ്റ് അങ്ങനെ പോവുകയാണെന്ന് വിചാരിക്കുക. നിങ്ങളിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ 60, 65, 70, 75, 80, 82, 85 ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഏതാണ്ട് ഒരു 100 വരെയൊക്കെ മാർക്കറ്റ് പോകും, 100 രൂപ വരെയൊക്കെ പോകും എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വേഗം തന്നെ മാർക്കറ്റിൽ ഒരു ബൈ ഓർഡർ ഇട്ടു. നമ്മളെ സെറ്റപ്പൊക്കെ റെഡിയായി, നല്ല ഒരു മാർക്കറ്റ് ബുള്ളിഷാണ്. അപ്പോൾ നമ്മൾ വേഗം തന്നെ ഒരു ബൈ ഓർഡർ എക്സിക്യൂട്ട് ചെയ്താൽ ഈ ബൈ ഓർഡർ 100-ൽ എത്തിയിട്ട് എക്സിക്യൂട്ടായിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. അതിൻ്റെ മുമ്പ് ആ സഡൻ ക്വിക്ക് മൊമെൻറ്റിൽ തന്നെ എക്സിക്യൂഷൻ നടക്കണം. അപ്പോൾ അതാണ് മാർക്കറ്റ് എക്സിക്യൂഷൻ. അപ്പോൾ ക്വിക്ക് ഓർഡർ എക്സിക്യൂഷൻ നടത്താൻ കെൽപ്പുള്ള, ആ ടെക്നോളജി ഉള്ള, സ്പീഡുള്ള ബ്രോക്കർ ആയിരിക്കണം. ഇനി അടുത്തത് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറി സർവീസസ്. അതായത് ബ്രോക്കർ നമുക്ക് ഈ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചും ഇങ്ങനത്തെ ഒരുപാട് ഉപദേശങ്ങൾ ഫ്രീ ആയിട്ട് തരുന്ന ഒരാളാണെങ്കിൽ അത് നമുക്ക് വളരെ അഡ്വാൻറ്റേജ് ആണ്, അല്ലേ? നമ്മൾ അറിവ് കുറഞ്ഞ ആളുകളാണ്. അപ്പോൾ അറിവ് കൂടിയ ഇവർ ഇത്തരം നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറി തരുമ്പോൾ അങ്ങനത്തെ സർവീസസ് ഒക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. പിന്നെ എസെൻഷ്യൽ ട്രേഡ്സ് ഫോർ, അതേമാതിരി സക്സസ് ആയിട്ട് അവർ തരുന്ന അഡ്വൈസുകളൊക്കെ ഒരുപാട് സക്സസ്ഫുൾ ട്രേഡ്സൊക്കെ അതിലുണ്ടെങ്കിൽ നമുക്ക് നല്ലതാണ്. പിന്നെ ഈസി ഡെപ്പോസിറ്റൊക്കെ ചെയ്യാൻ ചിലപ്പോൾ ഈസി ആയിരിക്കും, പക്ഷേ വിഡ്രോവൽ ചെയ്യാൻ ചിലപ്പോൾ ഒരുപാട് കാലതാമസം വരും ചില ബ്രോക്കേഴ്സിൻ്റെ അടുത്ത്. ചില ബ്രോക്കേഴ്സിൻ്റെ അടുത്ത് ഡെപ്പോസിറ്റും ചിലപ്പോൾ കോംപ്ലിക്കേഷൻ ആയിരിക്കും. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഡെപ്പോസിറ്റും കിട്ടണം, പെട്ടെന്ന് തന്നെ നമുക്ക് വിഡ്രോവൽ കിട്ടണം. അതേപോലെ തന്നെ ഡെപ്പോസിറ്റ് ചാർജ്, വിഡ്രോവൽസ് ചാർജ് അതൊക്കെ ഇല്ലാത്ത ബ്രോക്കറാണെങ്കിൽ നമുക്ക് എന്താണ് ഒന്നും കൂടി നല്ലതാണ്. അപ്പോൾ ഈ ബ്രോക്കറിനെ ചൂസ് ചെയ്യുമ്പോൾ വെറും ബ്രോക്കറിൻ്റെ ലൈസൻസ് മാത്രം നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല, ഇത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. അപ്പോൾ ബ്രോക്കർ എന്താണ്? ഏറ്റവും ഒന്നാമതായി ബ്രോക്കർ റെഗുലേറ്റഡ് ബ്രോക്കറാണോ എന്നുള്ളത് നോക്കുക. റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യയിൽ അത് റെഗുലേറ്റ് ചെയ്യണതാരാ? സെബി, അല്ലേ? ഓക്കെ. ഇനി 4-മത്തത് നമ്മൾ പോയിന്റ് പറഞ്ഞിരുന്നത് ട്രേഡിംഗ് ആൻഡ് ഡീമാറ്റ് അക്കൗണ്ട്. ഈ ബ്രോക്കർ നമുക്ക് എന്താണ്, ബ്രോക്കറിൽ എങ്ങനെയാണ് നമ്മൾ ട്രേഡ് ചെയ്യാന്നറിയോ? നമ്മളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ഏത് ബ്രോക്കർ വഴിയാണോ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് ചെയ്യാൻ പോകുന്നത്, അപ്പോൾ ആ ഒരു ബ്രോക്കറിൻ്റെ ഫേമിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ട്രേഡിംഗ് അക്കൗണ്ട്, അതിന് ഡീമാറ്റ് അക്കൗണ്ട് എന്നും പറയാം. ഒരു ഡീമാറ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ആക്കണം. ഈ ട്രേഡിംഗ് അക്കൗണ്ട് യൂസ് ചെയ്തിട്ടാണ് ടു ട്രേഡ് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ്സ് യു റിക്വയർ 3 ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യണമെങ്കിൽ നമുക്കൊരു 3 ടൈപ്സ് ഓഫ് അക്കൗണ്ട് വേണം. ഒന്നെന്താണ്? ട്രേഡിംഗ് അക്കൗണ്ട്. 2 ബാങ്ക് അക്കൗണ്ട്, അല്ലേ? നമ്മൾ ബാങ്ക് അക്കൗണ്ട് വഴിയാണ് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇടുക, അല്ലേ? ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന് ഫണ്ട് വിഡ്രോ എടുക്കൽ ബാങ്ക് അക്കൗണ്ടിലേക്ക്. അപ്പോൾ എന്താ, ഒരു ബാങ്ക് അക്കൗണ്ട് തീർച്ചയായിട്ടും നമുക്ക് വേണം. പിന്നെ ട്രേഡിംഗ് അക്കൗണ്ടും വേണം. ആക്ച്വൽ നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ഫണ്ട് ഡിപ്ലോയ് ചെയ്യുന്നോ ആ ഒരു താൽക്കാലിക അക്കൗണ്ട് പോലെ
ഒരു പ്രത്യേക സിസ്റ്റം, അതിനൊരു ഡിമാറ്റ് അക്കൗണ്ട്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ ഇത്ര വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. നമ്മൾ സാധാ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു, രജിസ്റ്റർ ചെയ്യുന്നു, നമ്മുടെ പേരും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ ചോദിക്കുന്ന കാര്യങ്ങൾ ഇൻഫർമേഷൻസ് നമ്മൾ കൊടുക്കുന്നു, നമ്മുടെ ആധാർ കാർഡ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നു. അതോടുകൂടി അതായത് KYC ചെയ്യുന്നു, അതോടുകൂടി അക്കൗണ്ട് ഓപ്പൺ ആയിട്ടോ. ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ അതിലേക്ക് ഫണ്ട് ആഡ് ചെയ്യുന്നതോടുകൂടി ആ അക്കൗണ്ട് ആക്ടിവേറ്റ് ആവും. ഇങ്ങനെയാണ് കാര്യം. ഇനി നെക്സ്റ്റ് 4ാമത്തത് പറഞ്ഞു. ഇനി 5ാമത്തെ കാര്യം മാർക്കറ്റ് പാർട്ടിസിപ്പൻസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. മാർക്കറ്റ് പാർട്ടിസിപ്പൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൂടുതലൊന്നുമില്ല, പക്ഷേ നമുക്ക് കുറച്ച് പൊലിപ്പിച്ച് തന്നെ ഈ കാര്യം പറയാം, കാരണം രസമാണല്ലോ. നമ്മളെന്താണ് ഈ ചാർട്ടിൽ നോക്കൂ, ഏറ്റവും താഴെ കിടക്കുന്ന ഇൻഡിവിജ്വൽസാണ് നമ്മൾ. ഇൻഡിവിജ്വൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വ്യക്തികൾ, ചെറിയ ഫണ്ടുള്ള ആളുകൾ, അതായത് 100, 1000, 10,000, ലക്ഷങ്ങളൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിൽ ചെറിയ ഫണ്ടാണ്. അത് ചെറിയ ഫണ്ടാണോ അല്ലേ എന്നുള്ളത് അറിയണമെങ്കിൽ ഞാൻ നേരത്തെ ഫസ്റ്റ് നമ്മളെടുത്തൊരു കണക്കുണ്ട്, അതിലേട്ടൊന്ന് പോയാൽ മതി. ഇനി നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി ഡീപ്പായിട്ട് ഇവിടെ തന്നെ നോക്കാം. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ടത് സെൻട്രൽ ബാങ്ക്സ്, പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനീസ്, പിന്നെ സാധാ പലതരത്തിലുള്ള കമ്പനീസ്, പിന്നെ കൊമേഴ്സ്യൽ ബാങ്ക്സ്, പിന്നെ FIIs ആൻഡ് DIIs, പിന്നെ ബ്രോക്കേഴ്സ്, ഇൻഡിവിജ്വൽസ്. സെൻട്രൽ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലേ, ഇന്ത്യയിൽ സെൻട്രൽ ബാങ്ക് ഏതാ? RBI അല്ലേ. അപ്പോൾ അമേരിക്കയിലെ സെൻട്രൽ ബാങ്കോ? ഫെഡാ തോന്നുന്നു അല്ലേ, അവിടുത്തെ ഫെഡറൽ ബാങ്ക്. അപ്പോൾ ഈ ഫെഡറൽ റിസർവ്. അപ്പോൾ അങ്ങനെ ഓരോ രാജ്യത്തും നമ്മുടെ ആ രാജ്യത്തുള്ള സെൻട്രൽ ബാങ്കായ RBI പോലെ ഓരോ രാജ്യത്തും സെൻട്രൽ ബാങ്കുകളുണ്ടാവും. നിങ്ങൾ ആലോചിച്ചു, RBIൻ്റെ അടുത്തൊക്കെ എത്ര ഫണ്ട് ഉണ്ടാവും. അപ്പോൾ അവരാണ് മാർക്കറ്റിലെ പാർട്ടിസിപ്പൻസിൽ പെട്ട ഒരാൾ. 2ാമത്തത് ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനീസ്. ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനീസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനീസ് ഇല്ലേ. ഇപ്പോൾ LICനെ നിങ്ങൾക്കറിയാം, നമ്മളതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പല ആളുകളും ഉണ്ടാവും അല്ലേ. നമ്മളതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അവർ നമുക്ക് ഒരു ഫിക്സഡ് റിട്ടേൺ തരുന്നു. ഇതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനീസ് ഉണ്ടാവും. അതുപോലെ കമ്പനീസ്, സാധാ പലതരത്തിലുള്ള കമ്പനികൾ, നൂലാമാല കമ്പനികളായിട്ടും നല്ലതും ചീത്തതുമായിട്ടുള്ള ഒരുപാട് കമ്പനീസ്, അവരുടെ അടുത്തും അത്യാവശ്യം നല്ല ഫണ്ട് ഉണ്ടാവും, അവരുണ്ട്. പിന്നെ കൊമേഴ്സ്യൽ ബാങ്ക്, അതായത് നമ്മൾ കാനറ ബാങ്ക് എന്നൊക്കെ പറയുന്നത് പോലെ നമ്മുടെ നാട്ടിൽ HSBC ഒക്കെ ഒരു എക്സാമ്പിളാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വിദേശത്തുള്ള ആളുകളൊക്കെ HSBC എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ കൊമേഴ്സ്യൽ ബാങ്കുകൾ നമ്മുടെ നാട്ടിൽ കാനറ, പിന്നെന്താ ഫെഡറൽ, ഇങ്ങനെ കുറേ ആക്സിസ് ബാങ്ക്, ഇങ്ങനെ കുറേ കൊമേഴ്സ്യൽ ബാങ്ക്സ് ഇല്ലേ. അപ്പോൾ ഈ ബാങ്കുകളൊക്കെ അവരുടെ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് അവർ റിട്ടേൺ കൊടുക്കണമെങ്കിൽ എന്ത് വേണം? അവർക്ക് ട്രേഡ് ചെയ്യണം. സ്റ്റോക്ക് മാർക്കറ്റിനകത്ത് ട്രേഡ് ചെയ്ത് അവർക്ക് ലാഭം ഉണ്ടാക്കണം അല്ലേ. അവർ 5%, 10%, ചിലപ്പോൾ 30% ലാഭം ഉണ്ടാക്കിയിട്ട് അവർ നമുക്ക് തരുന്നത് എത്രയായിരിക്കും? വെറും 5%, 3% ഒക്കെ ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് പോയിന്റ് FIIs, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. DII എന്നും പറയും. DII പറഞ്ഞു കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. അതായത് ഈ DIIൽ വരുന്ന ആളുകളാണ് ഞാൻ ഈ മുകളിൽ പറഞ്ഞ 4 പോയിന്റ്, സെൻട്രൽ ബാങ്കും ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനീസും കൊമേഴ്സ്യൽ ബാങ്ക്സൊക്കെ DIIs ആണെങ്കിൽ, ഇതേപോലെ വിദേശ രാജ്യത്തിൽ നിന്ന് വരുന്ന ആളുകൾ, അല്ലെങ്കിൽ കമ്പനീസ്, അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക്സ്, ഇവരൊക്കെ ഒറ്റ കാറ്റഗറി ആയിട്ട് നമ്മുടെ FIIs എന്ന് പറയാം. അവർ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സാണ്. അവർ ഇന്ത്യയിൽ അങ്ങനെ FII ആയിട്ട് സെബിയിൽ രജിസ്റ്റർ ചെയ്ത് അവർക്ക് ഇവിടെ ട്രേഡ് ചെയ്യണമെങ്കിൽ, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡ് ചെയ്യണമെങ്കിൽ അവർ FII ആയിട്ട് രജിസ്റ്റർ ചെയ്യണം. സെബിയുടെ റൂള് പ്രകാരം അതിൽ രജിസ്റ്റർ ചെയ്ത ആളുകളെ FIIs എന്ന് വിളിക്കും കേട്ടോ. അപ്പോൾ അവരുടെ അടുത്ത് എന്തായിരിക്കും ഫണ്ട്? US നിന്നും UK നിന്നും ജപ്പാനിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ ഇതേപോലെ വലിയ 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 സംരംഭകർ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അവരുടെ അടുത്ത് ഹ്യൂജ് ഫണ്ടായിരിക്കും. ഓക്കെ, പിന്നെ ബ്രോക്കേഴ്സ്, ഇപ്പോൾ നേരത്തെ പറഞ്ഞു നമ്മളെ ബ്രോക്കേഴ്സ്. അപ്പോൾ ബ്രോക്കേഴ്സും ട്രേഡ് ചെയ്യുന്നുണ്ട്. അവർ ട്രേഡ് ചെയ്യാൻ നമുക്ക് പ്ലാറ്റ്ഫോം തരിക മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് അവരും സ്വമേധയാ ട്രേഡ് ചെയ്യുന്നുണ്ടാവും. പിന്നെ ഇൻഡിവിജ്വൽസ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ള വാക്ക് ഞാൻ ഇവിടെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒരു എക്സാമ്പിൾ ഞാൻ പറയും. ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഒരുപാട് എക്സാമ്പിൾ ഉണ്ട് കേട്ടോ. പിന്നെ ബ്ലാക്ക് റോക്ക്, വേൾഡിൽ ഏറ്റവും വലിയ സ്ഥാനത്ത് നിൽക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് ഇവരൊക്കെ. ഈ ബ്ലാക്ക് റോക്ക്, വാൻഗാർഡ്, JP മോർഗൻ ചേസ്, അതുപോലെ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്, HSBC, ബാർക്ലേസ്, ഇങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്, കുറേ സ്ഥാപനങ്ങളുണ്ട്. അതേപോലെ ഗോൾഡ്മാൻ സാക്സ്, ഇങ്ങനത്തെ കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഇവരെ കയ്യിലുള്ള സംഖ്യ നിങ്ങൾ വെറുതെ ബ്ലാക്ക് റോക്ക് എന്ന് ഗൂഗിളിൽ അടിച്ച് നോക്കിയേ. ഞാൻ അങ്ങനെ ഗൂഗിളിൽ അടിച്ച് നോക്കിയപ്പോൾ കിട്ടിയത് അത്. അവരുടെ അസറ്റ് എന്ന് പറയുന്നത് നോക്കിയേ, $10 ട്രില്യൺ ആണ്. $10 ട്രില്യൺ.
നമ്മളൊക്കെ പൂജയിട്ട് മടുക്കും. ആ രൂപത്തിലുള്ള സംഭവങ്ങളാണ്. പൂജ ഇങ്ങനെ ഇട്ടാൽ തരില്ല, 14 15 പൂജ ഇടേണ്ടി വരും. അപ്പോൾ ഇത്രയും ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി കൊണ്ട് മാർക്കറ്റിലേക്ക് വരുന്ന ആളുകൾ എത്ര സിസ്റ്റമാറ്റിക് ആയിരിക്കും അവരുടെ ട്രേഡ് എന്നൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ RBI അതേപോലെ ഗവൺമെൻറ് ഏജൻസി ഉണ്ട്. ഞാൻ നേരത്തെ ഇതിൽ പറയാതെ പോയിട്ടോ, ഈ ലിസ്റ്റിൽ ഗവൺമെൻറ് ഏജൻസീസ് ഉണ്ട് മാർക്കറ്റ് പാർട്ടിസിപ്പൻസിൻ്റെ ഇതിൽ. അപ്പോൾ ഗവൺമെൻറ് ഏജൻസികളൊക്കെ ഇവർ ട്രേഡ് ചെയ്യുമ്പോൾ അവർക്ക് നല്ല സിസ്റ്റം ഉണ്ടാവും. വെറുതെ നമ്മൾ ഇൻഡിവിജ്വൽസ് വന്നിട്ട് മാർക്കറ്റിനെ ഗാംബ്ലിംഗ് ആയിട്ട് കണ്ട് ട്രേഡ് ചെയ്യുന്ന പോലെ അല്ല അവർ ട്രേഡ് ചെയ്യുക. അവർക്ക് അതിന് കൃത്യമായ പ്ലാനിങ്ങും സിസ്റ്റത്തോടെ ആയിരിക്കും ട്രേഡ് ചെയ്യുക. അതാണ് നമ്മുടെ ഫസ്റ്റ് 3 വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി ഈ സംഭവത്തിനെ കുറിച്ച് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഏതായാലും നമ്മളെ വീഡിയോ 30 മിനിറ്റ്സ് ക്രോസ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരണം ഇത് സംബന്ധിച്ചുണ്ട്, പക്ഷേ നമ്മളെ സമയം പോകും. അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് നല്ല ഉപകാരപ്പെട്ടിട്ടുണ്ടാവും. സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ഏതാണ്ട് നല്ലൊരു ക്ലാരിറ്റി ഈ ഒറ്റ വീഡിയോയോട് കൂടി നിങ്ങൾക്ക് വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൻ്റെ പാർട്ട് 2 എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് നിങ്ങൾ ഏതാണ്ടൊക്കെ ഒന്ന് മനസ്സിലാക്കി. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഫോറക്സ് മാർക്കറ്റും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് എന്താണ് വ്യത്യാസമെന്നും നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയും. അപ്പോൾ വീഡിയോ കാണുന്ന ആളുകൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഒരുപാട് സബ്സ്ക്രൈബേഴ്സും വ്യൂസൊക്കെ കുറവാണ്. അപ്പോൾ പരമാവധി പറ്റുമെങ്കിൽ നിങ്ങളെ മറ്റുള്ള ആളുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ.